നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവ യാത്രകൾ തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഓൾഡ് ഗോവയിലാണ്. 10 വർഷത്തിൽ ഒരിക്കലാണ് ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് കണ്ണെടുക്കാൻ കഴിയാത്ത പോലെ കണ്ടു നിന്നു പോകുന്ന ഒരു മനോഹരമായ പള്ളി. പോർച്ചുഗീസ് വാസ്തു ശില്പ വൈദഗ്ധ്യത്തിന്റെ സുന്ദരമായ കാഴ്ചയാണ്. ഈ കത്തീഡ്രലിന്റെ ഒരു ഭാഗത്താണ് ആ തിരുശേഷിപ്പ് ഇപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ തിരുശേഷിപ്പും അതുപോലെ തന്നെ ഇവിടെയുള്ള ബസിലിക്കയും ചർച്ചും ഒക്കെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ കത്തീഡ്രലിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇതാണ് പനാജിയിലെ സിറ്റി ബസ് സ്റ്റാൻഡ്. നമുക്ക് പോകാനുള്ള ബസ് ഇതാ റെഡിയായിരിക്കുന്നു. അങ്ങനെ ബസ്സിലേക്ക് കയറി, നല്ല വൃത്തിയുള്ള ബസ്. അങ്ങനെ പനാജി ബസ് സ്റ്റാൻഡ് പതുക്കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നീങ്ങുകയാണ്. വലിയ ഒരു ബസ് സ്റ്റാൻഡും ഒന്നുമല്ല, ഒരു ഇടത്തരം ബസ് സ്റ്റാൻഡ്. ആ ഇടത്തരം ബസ് സ്റ്റാൻഡും കടന്ന് നമ്മൾ പനാജിയിലെ റോഡിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോഴുള്ള കാഴ്ച ഭീമാകാരമായിട്ടുള്ള മേൽപ്പാലങ്ങളാണ്. അതെല്ലാം മുംബൈക്ക് പോകുന്നതാണ്. പിന്നെ നമ്മൾ മണ്ടോവി നദിയുടെ തീരത്തേക്കാണ് വന്നിരിക്കുന്നത്. പനാജി നഗരത്തിനോട് ചേർന്ന് ഒഴുകുന്ന നദിയാണ് മണ്ടോവി. ഈ മണ്ടോവി നദിയുടെ തീരത്തുകൂടിയാണ് ഇനി നമ്മൾ ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ച് ഓൾഡ് ഗോവയിലെ ഈ കത്തീഡ്രലിലേക്ക് പോകുന്നത്. യാത്രയിലുടനീളം മനോഹരമായ കാഴ്ചകളാണ്. ഗ്രാമീണ വീടുകൾ, ഏകദേശം കേരളത്തിലെ അതേ പ്രകൃതം തന്നെയാണ് ഗോവയ്ക്ക്. മണ്ടോവി നദിയുടെ തീരത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഓൾഡ് ഗോവയിലെ സെന്റ് ഫ്രാൻസിസ് സേവ്യറുടെ കത്തീഡ്രൽ ലക്ഷ്യമാക്കി നമ്മുടെ ബസ് നീങ്ങുകയാണ്. അങ്ങനെ ബസ് ഏതാണ്ട് കത്തീഡ്രലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുറെ അധികം വാഹന വ്യൂഹങ്ങളും അതുപോലെ മനുഷ്യരെയൊക്കെ കാണാം. അപ്പോ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇതാണ് ഓൾഡ് ഗോവയിലെ ഈ ചർച്ചിന്റെ അടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ട്. 10,000-കണക്കിന് വാഹനങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ പ്രത്യേകമായിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്നതിന്റെ വാഹനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പള്ളിയൊക്കെ കാണാം. പള്ളിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ പള്ളിക്ക് അടുത്തിതാ നമ്മൾ ഇറങ്ങുകയാണ്. ബസ് ഇറങ്ങി പള്ളിക്ക് അടുത്തുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് നടക്കുകയാണ്. പള്ളിയിലേക്ക് പോകേണ്ട കമാനമൊക്കെ കാണാം. ഇതാണ് ആദ്യ കാഴ്ചകൾ. ധാരാളം വിശ്വാസികളും സഞ്ചാരികളും എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ മനോഹരമായി തന്നെ കാര്യങ്ങൾ സജ്ജീകരിച്ചതായി കാണാം. പൂർണ്ണമായും വൃത്തിയുള്ള ഒരു പ്രദേശം. ബോർഡൊക്കെ കാണാം. ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പള്ളി ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഈ പള്ളിയിൽ വരുന്നവർക്ക് മാർഗനിർദ്ദേശമായി ഭൂപടവും ഇവിടെ കാണാം. അപ്പോൾ ഞാൻ പള്ളിയുടെ ബസിലിക്കയുടെയൊക്കെ അടുത്തേക്ക് പതുക്കെ നടക്കുകയാണ്. 10 വർഷത്തിൽ ഒരിക്കലാണ് ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് ജനങ്ങൾക്ക് കാണാനായി പ്രദർശിപ്പിക്കുന്നത്. 45 ദിവസമാണ് ഈ പ്രദർശനം നീണ്ടു നിൽക്കുന്നത്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ള പുരോഹിതന്മാരും ചർച്ച അങ്ങ് ദൂരെ കാണാം. അപ്പോ പുരോഹിതന്മാരും വിശ്വാസികളുമെല്ലാം ഈ ഓൾഡ് ഗോവയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ കത്തീഡ്രൽ സന്ദർശിക്കാൻ എത്തിച്ചേരും. 18ാമത്തെ പ്രദർശനമാണ്
ഇപ്പോൾ നടക്കുന്നത് ഈ 2024 80 ലക്ഷത്തോളം ആളുകളെയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇവിടുത്തെ സഭാ നേതൃത്വം പത്രപ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ബസിലിക്കയുടെയും കത്തീഡ്രലിന്റെയും ദിശാബോർഡുകളൊക്കെ ഇപ്പോൾ ഇവിടെ കാണാം. ഇടതുവശത്തേക്ക് ബസിലിക്കയും വലതുവശത്ത് കത്തീഡ്രലും. കത്തീഡ്രലിലാണ് ഫ്രാൻസിസ് സേവ്യറുടെ തിരുശേഷിപ്പ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. 1541 മതപ്രചരണത്തിനായി ഇന്ത്യയിൽ എത്തിയ സ്പെയിൻകാരനായ പുരോഹിതനായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. ഇവിടെ അറ്റൻഷൻ ബോർഡുകളൊക്കെ കാണാം. ആളുകൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുള്ള ബോർഡുകളാണ്. ഏതാനും വർഷങ്ങൾ ഗോവയിൽ ചെലവഴിച്ച ഫ്രാൻസിസ് സേവ്യർ പിന്നീട് ജപ്പാനിലേക്കും ചൈനയിലേക്കുമൊക്കെ യാത്ര ചെയ്തിരുന്നു. ഇതാണ് കത്തീഡ്രൽ. ഇവിടെയാണ് ഇപ്പോൾ ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പള്ളിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഈ പള്ളി അറിയപ്പെടുന്നത് ബോബ് ജീസസ് എന്നാണ്. അതായത് നല്ല ഈശോ പള്ളി എന്നാണ് മലയാളത്തിൽ അതിനെ പറയുക. ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ പള്ളി സംരക്ഷിക്കപ്പെടുന്നത്. 1500കളിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം എന്നാണ് കരുതപ്പെടുന്നത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇത് ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നു. വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ്. കേരളത്തിലെ പോലെ തന്നെ വെട്ടുകല്ല് വളരെയധികം സുലഭമായ ഒരു സ്ഥലമാണ് ഗോവ. അതുകൊണ്ട് തന്നെ ഇത് വെട്ടുകല്ലിൽ തീർത്ത മനോഹരമായ ഒരു നിർമ്മിതിയാണ്. കണ്ടാൽ കണ്ണെടുക്കാൻ കഴിയാത്ത പോലെ കണ്ടു നിന്നു പോകുന്ന ഒരു മനോഹരമായ പള്ളി. ഡോറിക് ശൈലിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. ലാറ്ററൈറ്റ് പ്ലാസ്റ്ററും അതുപോലെ തന്നെ നാരങ്ങ നീരും ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക മിശ്രിതത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയും. ധാരാളം വിശ്വാസികളും വിനോദ സഞ്ചാരികളും ഈ പള്ളി കൺകുളിർക്കെ കാണുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ. ഓൾഡ് ഗോവയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായും വിശ്വാസികൾ മാത്രമല്ല സഞ്ചാരികളും കണ്ടിരിക്കേണ്ട ഒരു സുന്ദര നിർമ്മിതി തന്നെയാണ് ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ കത്തീഡ്രൽ എന്ന് കൃത്യമായി പറയാൻ കഴിയും. പരിപാടികൾ നടക്കുന്നതുകൊണ്ട് തന്നെ പന്തലും മറ്റും കാരണം വിശദമായ ഇതിന്റെ ചിത്രങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം ഞാൻ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇനി നമ്മൾ ഈ പുരാതനമായ ബസിലിക്കയുടെ ഉൾവശ കാഴ്ചകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഉൾവശത്തേക്ക് വന്നപ്പോൾ നാലുകെട്ട് പോലെ ഒരു സ്ഥലത്ത് കണ്ട കാഴ്ച. ക്രിസ്മസ് അടുക്കാൻ ആയതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളും മറ്റുമൊക്കെ തൂക്കിയ കാഴ്ച. ഇവിടെ ഉണ്ണിയേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചില ശില്പങ്ങളുടെ കാഴ്ച ഒരുക്കിയിരിക്കുന്നതും കാണാം. പിന്നീട് ഞാൻ ഈ ബസിലിക്കയുടെ ഉൾവശത്തേക്കാണ്, ഉള്ളിലേക്കാണ്, പള്ളിക്കകത്തേക്കാണ് കടന്നത്. വളരെ പുരാതനമായ മനോഹരമായ കാഴ്ച. പോർച്ചുഗീസ് വാസ്തു ശില്പ വൈദഗ്ധ്യത്തിന്റെ സുന്ദരമായ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 700ഓളം വർഷം പഴക്കമുള്ള പള്ളി. മനോഹരമായ പിച്ചളയിലാണെന്ന് തോന്നുന്നു പൊതിഞ്ഞ ആൾത്താര. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും വന്ന വൈദികർ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിനുശേഷം ഞാൻ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കണ്ട കാഴ്ച ഇതൊക്കെയാണ്.
ഇതിൻ്റെ ഭാഗമായി ഉള്ള വലിയ രീതിയിലുള്ള പ്രാർത്ഥന പരിപാടികൾ, മറ്റ് സാംസ്കാരിക സമ്മേളനങ്ങൾ ഒക്കെ ഈ പള്ളിക്ക് പുറത്ത് വലിയ പന്തലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഫ്രാൻസിസ് സേവ്യറുടെ അഴുകാതിരിക്കുന്ന മൃതശരീരം സൂക്ഷിച്ച ആ കത്തീഡ്രൽ ലക്ഷ്യമാക്കിയാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ കർശനമായ പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാകണം. ഇവിടെയാണ് ആ മൃതദേഹം അല്ലെങ്കിൽ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. കർശനമായ പരിശോധനയ്ക്ക് ശേഷം അങ്ങനെ ആ വഴിയിലൂടെ ഞാൻ ഈ തിരുശേഷിപ്പ് കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ഇവിടെയാണ് ഈ കത്തീഡ്രലിലാണ്, ഈ കത്തീഡ്രലിന്റെ ഒരു ഭാഗത്താണ് ആ തിരുശേഷിപ്പ് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി കാഴ്ചക്കായി വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ചെറിയ കാര്യങ്ങൾ പരിശോധിക്കാം. ഈ ബസിലിക്കയിലേക്ക്, ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ദേവാലയത്തിനടുത്തേക്ക് എത്തിച്ചേരുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ ഈ കർമാലി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. 4 കിലോമീറ്റർ മാത്രമാണ് ഈ പള്ളിയിലേക്ക് കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൂരം. കേരളത്തിൽ നിന്ന് വരുന്ന നേത്രാവതി എക്സ്പ്രസ് മാത്രമാണ് ഇവിടെ ഈ സ്റ്റേഷനിൽ നിർത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൃതദേഹം കാണുന്നതിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നടന്നെടുത്തപ്പോൾ ഇതാണ് കാഴ്ച. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ക്യൂവിലാണ്. ഈ ക്യൂവിന്റെ ഏറ്റവും പുറകിൽ ഞാൻ നിന്നാൽ ഏകദേശം ഒരു 5 മണിക്കൂർ കഴിയാതെ എനിക്ക് ആ തിരുശേഷിപ്പ് കാണാൻ കഴിയില്ല. ഞാൻ പുറത്തേക്ക് മടങ്ങി. ഫ്രാൻസിസ് സേവ്യറുടെ തിരുശേഷിപ്പ് കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ വലിയ ക്യൂവിന്റെ പുറകിൽ ഞാൻ നിന്നാൽ ഏകദേശം 5 മണിക്കൂറെങ്കിലും കഴിയാതെ അത് സാധിക്കില്ല എന്ന ബോധ്യം വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നീടൊരിക്കലാവാം ആ കാഴ്ച എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വലിയൊരു മാർക്കറ്റുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ആ മാർക്കറ്റ് കാണുന്നതിനാണ് ഇനി പോകുന്നത്. സുന്ദരമായ ഒരു മാർക്കറ്റ്, ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ വ്യത്യസ്തമായ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു താൽക്കാലിക മാർക്കറ്റ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചതാണ്. ഈ മാർക്കറ്റ് കാണുന്നതിനോടൊപ്പം നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ അവസാന കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. 1552 മത പ്രചാരണത്തിനിടെ ചൈനയിലെ ഷാങ് ചുവാൻ ദ്വീപിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തെ ആ ദ്വീപിൽ ആദ്യം അടക്കം ചെയ്തു. അടുത്ത വർഷം അദ്ദേഹത്തിന്റെ മൃതദേഹം കുഴിച്ചെടുത്ത് മലാക്ക എന്ന ദ്വീപിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം അഴുകിയിരുന്നില്ല. അവിടെ മാസങ്ങളോളം സെന്റ് പോൾ പള്ളിയിൽ സൂക്ഷിച്ചു. പിന്നീട് 1554 ഗോവയിലേക്ക് കൊണ്ടുവന്നത്. ഈ ഓൾഡ് ഗോവയിലെ സെന്റ് പോൾസ് കോളേജിലാണ് ആദ്യം ഈ മൃതദേഹം സൂക്ഷിച്ചത്. പിന്നീട് 1624 നമ്മൾ ഇന്ന് കാണുന്ന ഈ കത്തീഡ്രലിലേക്ക് മൃതദേഹം മാറ്റി സ്ഥാപിച്ചത്. അങ്ങനെ ആണ് സെന്റ് ഫ്രാൻസിസിന്റെ അവസാന കാലഘട്ടം കടന്നുപോയത്. ഇപ്പോൾ മനോഹരമായ ഈ തെരുവിലൂടെ, കച്ചവട തെരുവിലൂടെ ഞാൻ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. സാധനങ്ങളൊന്നും വാങ്ങുന്നില്ലെങ്കിൽ പോലും ഈ കാഴ്ചകൾ അതിമനോഹരമാണ്. നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ. ഇതിനിടയ്ക്ക് മലയാളികളുടെ കച്ചവട സ്ഥാപനങ്ങളും ഞാൻ കാണുകയുണ്ടായി. സുന്ദരമായ കാഴ്ച തന്നെ. ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഫംഗ്ഷൻ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വൻ ക്യൂ ആണ്. അപ്പോൾ അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാലും അതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ എടുത്തു. ഇവിടെ നവംബർ 25 തൊട്ട് ജനുവരി 5 വരെ
നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാളെന്നൊക്കെ പറയുന്ന പോലുള്ള ഫംഗ്ഷൻ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് അഭൂതപൂർവമായ ജനക്കൂട്ടമാണ്. അവിടെ നമുക്ക് ആ തിരുശേഷിപ്പുള്ള അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും ക്യൂവിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിന് നിന്നില്ല, പുറത്തെ കാഴ്ചകളൊക്കെ എടുത്ത് മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.